ഹായ്, അപ്പോൾ പിന്നെ സ്ലഗ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളെവിടെ പോവാ? ടൗണിലാ? എന്നാ വാ, നമുക്ക് പോവാം. ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട്. എപ്പോൾ വീട്ടിലിരുന്ന് നടക്കൂലല്ലോ, വേഗം പോയിട്ട് വേഗം വരാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം, മൃഗാശുപത്രിയിലും കൂടി പോകണം. അതെന്തിനാ? നമ്മുടെ ലിയോ കുട്ടീനെ ഷാമ്പു കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ മേത്ത് കുറച്ച് ചെള്ളു പോലെ കാണുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കാണിക്കണം. പിന്നെ കാണിക്കാനല്ല, വിവരം പറഞ്ഞിട്ട് ഡോക്ടറുടെ മരുന്ന് കിട്ടുമെങ്കിൽ മേടിച്ച് അവന് തേച്ച് കൊടുക്കാമല്ലോ. പിന്നെ മാത്രമല്ല, ഭയങ്കര വെയിൽ കൊള്ളരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, സ്പീഡിൽ പോയിട്ട് സ്പീഡിൽ വരും. ഓക്കെ, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു മുരിങ്ങമരം കണ്ട് കേട്ടോ, നിറച്ചും മുരിങ്ങക്കായുണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് അവനെ രണ്ടെണ്ണം പറിക്കാൻ നോക്കാം. നല്ല മൊസാണ്ട് ചെടി, പിന്നെ അങ്ങനെ ഓരോ സംഭവങ്ങളും ഉണ്ട്. വെള്ള കളർ. ഇനിയിപ്പം നമ്മളൊരു ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യണേ. ഇവിടെ നമ്മുടെ ആവശ്യത്തിന് കിട്ടില്ല, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഓട്ടോറിക്ഷ ഉണ്ടാവും. നമുക്ക് നോക്കാം എന്താവും. അങ്ങനെ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എൻ്റെ വണ്ടികളൊന്നും നോക്കി വേണ്ട, ഇതിൻ്റെ ഉള്ളിലാണ്. KSFയുടെ ബാങ്കിൽ വന്നതാണ് കേട്ടോ. ബാങ്കിൽ നമ്മൾ രണ്ടാം നിലയുടെ മുകളിലാണ്. അപ്പോൾ അവിടെ കയറുന്നതുണ്ട്, കോഫികളൊക്കെ നിർത്തി വെച്ചിട്ട് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോംപ്ലക്സ് ആണ് ഇത്. ഇതിൻ്റെ മുകളിലാണ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആട്ടോ. കണ്ടോ, ചെടിയൊക്കെ വെച്ചിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്. 10 രൂപ തന്നിട്ട് ഉമ്മ പോയി. അടുത്തത് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് മൃഗാശുപത്രിയിലാണ്. അവിടുന്ന് നമ്മുടെ ലിയോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ലോഷനൊക്കെ മേടിക്കണം. നമുക്ക് മൃഗാശുപത്രിയിൽ പോകുന്നതാണ് ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് മൃഗാശുപത്രിയിൽ. നമുക്ക് ആദ്യം അവിടെ കയറിയിട്ട് ചീട്ട് എടുക്കണം. ചീട്ട് എടുത്തിട്ട് നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറോട് വിവരം പറഞ്ഞിട്ട് ഡോക്ടർ എന്താ തരുന്നതെന്ന് ചോദിക്കാൻ നല്ലൊരു പട്ടിക്കുട്ടം എടുക്കുന്നത്. ഒരെണ്ണം അവിടെ നിന്ന് പോകുന്നുണ്ട്. നമുക്ക് ഓപ്പിച്ചിട്ട് എടുക്കാനായിട്ട് പോവാം. ഓക്കെ, നമുക്ക് വേണ്ടുന്ന വിത്തുകൾ ഇതിന് എടുക്കാനായിരുന്നു 10 രൂപ. വിത്ത് പത്തായെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് അവിടുത്തെ ലൈറ്റ് കത്തുമ്പോൾ അതിൻ്റെ അകത്ത് 10 രൂപയുടെ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വിത്തുകൾ എടുക്കാം. ഒരാട് അവിടെ ഉണ്ട്, പൂച്ച അവിടെ ഉണ്ട്. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. അവളുടെ മേത്തടിക്കാൻ ഒരു സ്പ്രേയും പിന്നെന്താ മുടിയൊക്കെ ചീകി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ചീകിയിട്ട് നമുക്ക് കിട്ടുന്ന ചെള്ളിനെ എടുത്ത് നമ്മൾ കത്തിച്ച് കളയാം. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് സ്പ്രേ ചോദിച്ചു നോക്കട്ടെ റേറ്റ് എങ്ങനെയാവും എന്നുള്ളത്. അങ്ങനെ നമ്മൾ അവളുടെ സ്പ്രേ മേടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അവളുടെ സ്പ്രേ മേടിച്ച് 374 രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ചീകി കൊടുക്കുക. അപ്പം എന്നിട്ട് അത് കത്തിച്ച് കളയണം, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് ചേരാൻ സാധ്യതയുണ്ട്. അപ്പം രോമം കൊഴിച്ചിലും നിൽക്കും, ചെള്ളി ശല്യവും നിൽക്കും. ബിഗ് ബോസ് സ്പ്രേ. ഗൈസ്, ഇന്ന് പുറത്തിറങ്ങിയത് ഒന്ന് നമ്മുടെ ആവശ്യത്തിന് ഇറങ്ങിയതാണ്, ബാക്കി ഇനിയുള്ളതെല്ലാം ലിയോൻ്റെ ആവശ്യത്തിന് ഇറങ്ങിയതല്ലേ. അങ്ങനെ നമ്മൾ കമ്മൽ മേടിക്കാൻ ഒരു സൈഡിൽ ഇങ്ങനെ എന്ത് കണ്ടു, ഒരു ഷോപ്പ് കണ്ടു. നമ്മൾ ഷോപ്പല്ല കേട്ടോ, ഇവരിങ്ങനെ വെച്ച് വിൽക്കുന്നതാണ്. അപ്പം നമ്മൾ പെണ്ണുങ്ങളല്ലേ, എന്തായാലും നോക്കി പോവല്ലോ. എവിടെ വന്നിരിക്കുക, അങ്ങനെ നമ്മൾ 2 മിനിറ്റ് ലൈമ് കുടിക്കാമെന്ന് വിചാരിച്ചു. ചൂട് ഭയങ്കര ചൂട്. നമ്മൾ പുറത്ത് വന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നടന്നു വരുമ്പോഴത്തേനും ക്ഷീണമായി. അപ്പോൾ 2 മിനിറ്റ് ലൈമൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടി അടിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.
അങ്ങനെ നമുക്ക്